നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികൾ എപ്പോഴും തിരിച്ചറിയൽ രേഖ കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം. അമേരിക്കയിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും ഗ്രീൻ കാർഡ് ഉടമകളും അടക്കം എല്ലാവർക്കും ഈ നിർദ്ദേശം ബാധകമാണ്. ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് നടപ്പിലാക്കുന്ന കുടിയേറ്റ വിസ നിയമ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. നിയമാനുസൃതം അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതോടെ എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതേണ്ടി വരും. അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വിഭാഗം ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർ സർക്കാർ വകുപ്പുകളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കാണിച്ച അടുത്തിടെ ഉണ്ടായ കോടതി ഉത്തരവിന് പിന്നാലെയാണ് നിയമാനുസൃതം രാജ്യത്ത് കഴിയുന്ന വിദേശികളും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയത്. അമേരിക്കൻ പൗരന്മാരല്ലാതെ രാജ്യത്ത് കഴിയുന്ന 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും എപ്പോഴും രേഖകൾ കയ്യിൽ കരുതണമെന്നും ഇക്കാര്യം കർശനമായി നടപ്പിലാക്കാനുള്ള നിർദ്ദേശമുണ്ടെന്നും അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നുണ്ട്. ഏപ്രിൽ 11 മുതൽ നിബന്ധന പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അമേരിക്കക്കാരെ അധിനിവേശത്തിൽ നിന്ന് രക്ഷിക്കാനെന്ന പേരിൽ ഇക്കഴിഞ്ഞ ജനുവരി 20-ന് ട്രംപ് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് വിദേശികളുടെ രജിസ്ട്രേഷൻ എന്ന നിബന്ധന കൊണ്ടുവന്നത്. എന്നാൽ ഇത് രേഖകളില്ലാതെ കഴിയുന്ന അനധികൃത കുടിയേറ്റക്കാർക്കാണ് ബാധകമാവുക. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള 30 ദിവസമെങ്കിലും അമേരിക്കയിൽ തങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാർ G-325R ഫോം പൂരിപ്പിച്ച് നൽകി സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം. കുട്ടികൾക്ക് 14 വയസ്സ് പൂർത്തിയാവുമ്പോൾ 30 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും വേണം. അതേസമയം സാധുതയുള്ള വിസയിൽ അമേരിക്കയിലെത്തുന്നവർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും രജിസ്ട്രേഷൻ നിബന്ധന ബാധകമല്ല. വിസ അനുവദിക്കപ്പെടുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയായതായി കണക്കാക്കപ്പെടും. എന്നാൽ ഇവർ എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതിയിരിക്കണം. ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ അവ പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടി വരും. 54 ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെന്നാണ് അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2022 കണക്കുകൾ അനുസരിച്ച് 2.2 ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായും അമേരിക്കയിൽ കഴിയുന്നുണ്ട്.